മത്തയില വെച്ചിട്ട് തോരൻ തയ്യാറാക്കുന്നൊരു വീഡിയോയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ലോഗ്. മത്തയിലൊക്കെ ഈ സമയത്ത് എല്ലാവർക്കും കിട്ടുന്നുണ്ടാവും. അപ്പോൾ മത്തയില വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് തോരൻ തയ്യാറാക്കുന്നതെന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം. അതിനായിട്ട് ഇതാ അവിടെ പറമ്പിൽ മത്ത ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഇലകളൊക്കെ പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മത്തയില പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കുറച്ച് ഇലഭാഗം അവിടെ നിർത്തണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മത്ത കായ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. മുഴുവനായിട്ടും നമ്മൾ പറിച്ചെടുക്കരുത്. അങ്ങനെയാണ് ഞാൻ മത്തയില പറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മീതെ കായ ഉണ്ടാവുമെന്ന് ഉറപ്പൊന്നുമില്ല. കുറേ കായകളുണ്ട്, ഒക്കെ കൊഴിഞ്ഞു പോയി. മത്ത നമുക്ക് കായല്ലെങ്കിലും ഇല പൊട്ടിച്ചിട്ട് കറി വയ്ക്കുകയും തോരൻ വയ്ക്കുകയൊക്കെ ചെയ്യാമല്ലോ. കൂടുതലായിട്ട് നമ്മൾ ഉള്ളിമുളകും കുത്തിയിട്ട് താളിച്ചെടുക്കുകയാണ് ചെയ്യാറ്. ഇടയ്ക്കൊക്കെ ഇതേപോലെ തോരൻ വെക്കാറുണ്ട്. കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം ഉള്ളിമുളകും കുത്തിയിട്ടുള്ള താളിക്കലായിരിക്കും. മത്തയുടെ മീതെ ചെറിയ ചെറിയ കായകളൊക്കെ കണ്ട് കുറേ കൊഴിഞ്ഞു പോയിട്ടും കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഈ മത്ത വിത്ത് പാകിയതൊന്നല്ല, നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ കൊണ്ടുവരുന്നതിൽ മുളച്ചുണ്ടായതാണ്. അപ്പോൾ ഒരുപക്ഷെ കായ്ക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഇല പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇലകൾ നമ്മൾ വേർപ്പെടുത്തിയെടുക്കണം. മത്തയിലയുടെ മീതെ വരുന്ന ആരുകളുണ്ട്, ഇതൊക്കെ നമുക്ക് പറിച്ച് കളയണം. എന്നിട്ട് വേണം ഇലകൾ മാത്രം ഇതിൻ്റെ ഇടയിൽ നിന്ന് എടുക്കണം. അപ്പോൾ ഈ പുതിയ കുട്ടികൾക്ക് ആർക്കും അറിയുന്നുണ്ടാവില്ല. നമ്മൾ പഴയ ആൾക്കാർക്ക് മാത്രമേ ഇതൊക്കെ അറിയുന്നുണ്ടാവുള്ളൂ. മത്തയില എങ്ങനെയാണ് വേർപ്പെടുത്തിയെടുക്കുകയെന്ന് അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. മത്തയിലയുടെ നാര് വേർപ്പെടുത്തൽ മാത്രമേ ഒരു പ്രയാസമായിട്ട് തോന്നുള്ളൂ. മറ്റേ സാധാരണ നമ്മൾ എല്ലാ ഇലക്കറി ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് ഈ മത്തയില ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മത്തയില തോരൻ തയ്യാറാക്കുന്നതെന്ന് കാണാം. മത്തയിലയുടെ നാരുകളൊക്കെ വേർപ്പെടുത്തി കഴുകി വൃത്തിയാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചുവന്ന ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതേപോലെ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തയില ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ തിളക്കുന്ന വെള്ളത്തിലേക്ക് മത്തയില ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം നമ്മളൊന്ന് അടച്ച് വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. മത്തയില തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് നാളികേരം, അതേപോലെ 2 ഉണക്കമുളകും കുറച്ച് ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കറക്കിയെടുക്കുക. ഇനി നമ്മൾ മത്തയില വേവിച്ചിട്ട് ഇതിലെ വെള്ളം മുഴുവനായും വെറ്റിയതിന് ശേഷമാണ് നമ്മൾ അരപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്.
നമ്മുടെ മത്തയില തോരൻ തയ്യാറാക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ മത്തയില വെച്ചിട്ട് തോരൻ തയ്യാറാക്കാൻ അറിയാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. എനിക്ക് ഇലക്കറികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്ത് ഇല കണ്ടാലും ഞാനിത് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.